നമസ്കാരം. ഇടുക്കി ജില്ലയിൽ എസ് രാജേന്ദ്രൻ ബി.ജെ.പിയിലേക്ക് എന്ന വാർത്ത CPM കേന്ദ്രങ്ങളെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിയിരിക്കുകയാണ്. 15 വർഷക്കാലം ദേവികുളം MLA ആയിരുന്നു എസ് രാജേന്ദ്രൻ. എന്നാൽ ഈ രാജയെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ച അദ്ദേഹത്തിനെ ഒരു വർഷത്തേക്ക് പാർട്ടി സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. ഇടുക്കി ജില്ലയിൽ പാർട്ടി എന്നാൽ MM മണിയാണ്. MM മണിയെ ചോദ്യം ചെയ്യുന്നവർക്കൊന്നും തന്നെ ഇടുക്കി ജില്ലയിൽ പാർട്ടിക്കകത്ത് പ്രവർത്തിക്കാൻ സാധിക്കില്ല. അത്തരത്തിലൊരു കടുംവെട്ട് നയങ്ങളൊക്കെയാണ് MM മണി നടത്തി വരുന്നത്. മണിയുമായി ബന്ധപ്പെട്ട നിരവധിയായിട്ടുള്ള അഴിമതി കഥകളുമുണ്ട്. അതായത് ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ MM ലംബോദരനുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ കഥകൾ. മണി ഇദ്ദേഹത്തിന് ഒത്താശ ചെയ്തു കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വ്യാപകമായ ആരോപണങ്ങൾ MM മണിക്ക് നേരെയുണ്ട്. ഇവിടെ മറ്റൊരു വിഷയം ചിന്തിക്കേണ്ടത്, കുറച്ചു കാലങ്ങൾക്ക് മുന്നെയാണ് MM മണി 1, 2, 3 എന്ന രീതിയിൽ രാഷ്ട്രീയ പ്രതിയോഗികളെ അക്കമിട്ട് നിരത്തി കൊലപ്പെടുത്തി എന്ന രീതിയിലുള്ള വാർത്ത നമ്മൾ ഏവരും കണ്ടത്. അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ കേരളത്തിൽ വളരെ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഇന്ന് അതേ മോഡലിൽ MM മണി എസ് രാജേന്ദ്രനെ ഭീഷണിപ്പെടുത്തുകയുണ്ടായി. ഞങ്ങൾക്ക് വല്ല വിരോധവും തോന്നിയാൽ തീർത്തു കെട്ടും. എന്നാൽ ഇപ്പോൾ നമുക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. നാളെ തോന്നാം, തോന്നാതിരിക്കാം. ജനാധിപത്യപരമായി തിരഞ്ഞെടുത്ത് വന്ന ഒരു മുൻ മന്ത്രിയുടെ നാവിൽ നിന്നാണ് വീണ്ടും ഒരു ഭീഷണി ഉയർന്നിരിക്കുന്നത്. എസ് രാജേന്ദ്രന് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ഏത് പ്രസ്ഥാനത്തിലേക്കും പോയി പ്രവർത്തിക്കാനുള്ള അവകാശമുള്ള ഇടത്താണ് MM മണിയുടെ ഈ രീതിയിലുള്ള പ്രസ്താവന. രാജയുടെ ജീവൻ തന്നെ ഭീഷണിയാണ്. MM മണി ഈ രീതിയിൽ രാജയ്ക്കെതിരെ ഭീഷണിപ്പെടുത്തുന്നത് കേരളത്തിൻ്റെ ജനാധിപത്യ സംസ്കാരത്തിന് എത്രത്തോളം നല്ല ഒരു കാര്യമാണെന്ന് കേരളത്തിലെ ജനത തന്നെ ഇരുത്തി ചിന്തിക്കേണ്ടതാണ്. കാരണം ഇനി അടുത്ത 2-3 മാസങ്ങൾക്കകം തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അടുത്ത ഒരു ഭരണത്തിൽ ഏറാൻ പോകുന്ന കക്ഷികൾ ഇത്തരത്തിലുള്ള ആൾക്കാരൊന്നും പാടില്ല, അവരൊന്നും കടന്നു വരാൻ പാടില്ല ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലേക്ക് എന്ന് ജനങ്ങൾ ഒന്നടങ്കം അടിയുറച്ച് വിശ്വസിക്കേണ്ട, അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ടതാണ്. കാരണം ഒരു തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധിക്ക് നേരെ ഇത്തരത്തിൽ കൊലവിളി പ്രസംഗം നടത്താൻ സാധിക്കുന്ന, ഇത്തരത്തിൽ കൊലവിളി പ്രസംഗങ്ങൾ നടത്തുന്ന വ്യക്തികൾ നമ്മുടെ നിയമസഭകൾ ഉണ്ടാകുന്നത് ഒരിക്കലും കേരളത്തിൻ്റെ സംസ്കാരത്തിന് യോജിച്ച പ്രവൃത്തിയല്ല. 1, 2, 3, 4 ആണോ രാജേന്ദ്രൻ എന്നാണ് മണി ഇനി കേരളത്തോട് പറയേണ്ടത്. MM മണിക്ക് മനസ്സിൽ അങ്ങനെ പലതും ഉണ്ടായിരിക്കാം. പക്ഷേ മുൻ MLA ഈ രീതിയിൽ ഭീഷണിപ്പെടുത്തുവാൻ പാർട്ടി ഇത്തരത്തിലുള്ള സഖാക്കന്മാരെ കെട്ടഴിച്ച് വിട്ടിരിക്കുകയാണ്. എന്നാൽ വട്ടവടയിൽ നിന്നുള്ള അഭിമന്യുവിൻ്റെ കൊലപാതകം മുസ്ലിം തീവ്രവാദികൾ ആസൂത്രണം ചെയ്ത് നടത്തിയിട്ടും അതിനെതിരെ ഒന്നും പറയുവാനായിട്ട് ആരും ഉണ്ടായില്ല, ആരും ഇപ്പോഴും ഇല്ല. താൻ ആരെയും കൊണ്ടുപോയിട്ടില്ല എന്ന് എസ് രാജേന്ദ്രൻ ആവർത്തിച്ച് പറയുമ്പോഴും ഈ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് പാർട്ടിയിൽ നിന്നും ഉണ്ടാകുന്നത്. താൻ പാർട്ടിയെ ചതിച്ചിട്ടില്ല എന്നും വിശ്വസിച്ച പാർട്ടിയിൽ നിന്ന് ആരെയും അടർത്തി മാറ്റിയിട്ടില്ല എന്നും എസ് രാജേന്ദ്രൻ ആവർത്തിച്ച് പറയുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഭീഷണികൾ ഉണ്ടാകുന്നത് എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. ജനാധിപത്യപരമായി തനിക്ക് നേരിട്ട വളരെ വലിയ ചതിയായിരുന്നു എന്ന് എസ് രാജേന്ദ്രൻ പറയുന്നുണ്ട്. തനിക്ക് വലിയ മാനസികാഘാതം അതുകൊണ്ടുണ്ടായി. കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് ഈ ചിന്തയുടെ ഭാഗമായിട്ട് താൻ നടക്കുകയാണ്. പാർട്ടി വിടാൻ താൻ ഇതിനോടകം തന്നെ തീരുമാനിച്ചിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. ഏതായാലും മണിയുടെ 1, 2, 3 പ്രയോഗം വീണ്ടും എന്നതാണ് ഈ നിമിഷത്തിൽ ജനങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. പാർട്ടി തന്നെ ഇടപെട്ട് മണിയെ കടിഞ്ഞാണിട്ടില്ലെങ്കിൽ കേരളത്തിലെ ജനാധിപത്യ സമൂഹത്തിന് വലിയ നാണക്കേട് തന്നെയായിരിക്കും അത്. മണി ആദ്യമായിട്ടല്ല ഇത്തരത്തിലുള്ള വിവാദമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുന്നത്. പലപ്പോഴായിട്ട് സ്ത്രീകൾക്കെതിരെ പോലും ഇത്തരത്തിലുള്ള വളരെ ക്രൂരമായിട്ടുള്ള പ്രസ്താവനകൾ മണിയുടെ ഭാഗമായിട്ടുണ്ട്. ഇത് നാടൻ ഭാഷയിലുള്ള നാട്ടുവഴക്കമെന്നാണ് അന്നൊക്കെയും പാർട്ടി വിലയിരുത്തിയിരുന്നത്. പക്ഷേ ഇതാണ് നാട്ടുവഴക്കമെങ്കിൽ നാട്ടിലെ സാധാരണ ജനങ്ങൾ, സാധാരണ മനുഷ്യർ, മറ്റു മനുഷ്യരെ സ്നേഹിക്കുന്ന മനുഷ്യർ ഇല്ല എന്നാണോ പാർട്ടി വിലയിരുത്തുന്നത്? നാട്ടിലെ ജനാധിപത്യത്തിന് എന്ത് തരത്തിലുള്ളൊരു മാന്യതയാണ് ഇടതുപക്ഷത്തിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്? ഈ രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നവരെ വീണ്ടും പാർട്ടി അതിൻ്റെ അധികാര സ്ഥാനങ്ങൾ തുടരാൻ അനുവദിക്കുന്നെങ്കിൽ സത്യത്തിൽ അത് ജനാധിപത്യത്തിന് നേരെയുള്ള വെല്ലുവിളി തന്നെയാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.